കാലം ഭരണം മാറി മാറി വന്നിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലായിരുന്നു. ആരാണോ ഭരിക്കുന്നത് അവർക്കൊക്കെയായിരുന്നു ഗുണങ്ങൾ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഈ കാണുന്നതേ സിനിമയോ സീരിയലോ ഒന്നും അല്ല, റിയൽ ആണ്. നമ്മുടെ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ഓടി നടന്ന് ലഹരി മാഫിയെ ഓടിച്ചിട്ട് പിടിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നാളും സിനിമയിലല്ലേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ അവസരം തന്നിരിക്കുകയാണ് ഓപ്പറേഷൻ. സത്യം പറയാലോ, ഇപ്പം ഇതുപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സന്തോഷമാണ്. എന്താണെന്നറിയോ, തുറന്ന സന്തോഷം തരുന്ന വാർത്തകളാണ്. ഞങ്ങൾ ഇത്ര നാളെ പ്രതീക്ഷ ഞങ്ങൾക്ക് ഒരു സിംഹ കുട്ടിയെ കിട്ടി. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സലികുമാരന്റെ മരണ വീട്ടില് ഞാൻ നോക്കിയപ്പോൾ ആ ഒരു മന്ത്രി എന്ന രീതിയിൽ ആ കുടുംബത്തിന്റെ അംഗത്തെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. മനസ്സിലായ? അപ്പൊ പൊന്നാടാണിക്കുന്ന നാളെ എന്നപ്പോ തട്ടി മാറ്റി കളഞ്ഞു. അവിടെ തിരക്ക് വന്നപ്പോൾ നിയന്ത്രിക്കാനായിട്ട് ഇതുപോലെ ഒരു മന്ത്രി നമ്മൾ കിട്ടുമോ? കൊടി വെച്ച കാറിൽ വന്ന് കണ്ടോ, ഇതുപോലെ നമ്മൾ എന്ത് ന്യൂസ് എടുത്താലും എല്ലാം പോസിറ്റീവായിട്ട് ഇതടുത്തത്. അതായത് അവരെഴുതിയേക്കുന്നത് ഈ മുഖ്യമന്ത്രി തിരുവാങ്കുളത്തുള്ള ഒരാൾ എഴുതിയേക്കുക. തിരുവാങ്കുളം വഴി പാസ് ചെയ്തപ്പോൾ അവരറിഞ്ഞു പോലുമില്ല മന്ത്രിയാണ് പോണേന്ന്. മന്ത്രി അരികത്ത് കൂടി പോയി, ഫ്രണ്ടിലൊരു കാറ് ബാക്കിൽ കാറ് നടക്കും മന്ത്രി. അങ്ങനെ എവിടെ വേണമെങ്കിലും നോക്കിക്കോളും. നിങ്ങൾക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് നോക്കൂ, ഇങ്ങനെയൊരു എന്താ ക്യാപ്ഷൻ കണ്ട, ഇങ്ങനെയൊരു ദേവസ്വം മന്ത്രിയെ കണ്ടിട്ട് ഒരുപാട് കാലമായി എത്ര കാലമായി എന്നാണ് ചോദിച്ചേക്കണത്. സത്യമാണ്, കുറേ ദിവസമായി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, മറ്റുള്ള മന്ത്രിമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ അവരെ ജയിപ്പിച്ചത്. സഹികെട്ടിട്ട് ഈ 10 വർഷം കൊണ്ട് എത്രയോ കുട്ടികളാണെന്നറിയാമോ ഭാവി നശിച്ചു പോയി, കഞ്ചാവിനൊക്കെ അടിമകളായി. ഇത് തുറന്നാൽ നമ്മൾ എന്താ കാണുന്നത്? പെണ്ണിനെ, ഭാര്യയെ വെട്ടിക്കൊന്നു, സഹോദരനെ വെട്ടിക്കൊന്നു, പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു, മയക്കുമരുന്ന് ഗുണ്ടകളുടെ വിളയാട്ടം. ഇതൊക്കെയല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണാം? തുറക്കാമെന്നാവുന്നല്ല. സത്യം പറഞ്ഞാൽ TV ന്യൂസ് ചാനലിൽ ആ വായന, നഴ്സറി കുട്ടി വായിക്കുന്നവരുടെ വായന കാണുമ്പോൾ തന്നെ അതങ്ങ് മാറ്റിക്കളയും, ചാനൽ മാറ്റും. അത്രയും വെറുത്തുപോയി. ജനങ്ങളത് ഉള്ളിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് ആ ഒരു അവസരം വന്നപ്പോൾ വിനിയോഗിച്ചു. പണ്ടത്തെ പോലെ ജനങ്ങൾ കഴുതകളല്ല, എല്ലാ വിവരങ്ങളും അപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയും കറൻറ്റ് ന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുക അവർക്ക് വിവരം. അപ്പോൾ കഴുതകളല്ല, വിവരമുണ്ട്. പാർട്ടി എന്നൊന്നും പറഞ്ഞ് ഇപ്പോൾ ആരും മരിക്കുന്നില്ല. പാർട്ടിയല്ല, പാർട്ടിയിൽ നല്ല നല്ല തത്വങ്ങളുണ്ടായിരുന്നു, അത് പാലിച്ചവരുണ്ടായിരുന്നു. ആ നല്ല തത്വങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി തോന്നിവാസം പോലെ രാജഭരണത്തിനേക്കാളും താഴ്ന്ന് വളരെ നീചമായി ഭരണം അനുഭവിച്ചു കേരള ജനത 10 വർഷം. പക്ഷേ എന്താണ് ഭരണം, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എന്താണ് ജനാധിപത്യം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനി മാറ്റം വരാൻ പോകുന്നില്ല, അതിന് പുറകോട്ട് പോകാനും പോകുന്നില്ല. ഏത് പാട്ട് ഭരിച്ചോട്ടെ, ഇനി ജനങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. കാരണം എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നു. കുറേ നുണക്കഥകൾ പ്രചരിപ്പിച്ച് വോട്ട് നേടി അങ്ങനെ സ്ഥാനം കിട്ടിയിരുന്ന കാലമൊക്കെ മാറിപ്പോയി കൂട്ടുകാരെ. ഇപ്പം എല്ലാം അപ്ഡേറ്റാണ്. അതുകൊണ്ട് ഇനി എനിക്ക് ഒരു അപേക്ഷയും കൂടി ഉണ്ട്. ഇപ്പോൾ തൂഫാൻ വന്നു, മയക്കുമരുന്ന്, മദ്യം, അതിനെയൊക്കെ എല്ലാം പിടിക്കുന്നുണ്ട്, ഒരുപാട് കുറ്റകൃത്യങ്ങൾ എല്ലാം ചെയ്യുന്നവരൊക്കെ. ഇനിയുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജയിലിലുള്ള ആ ശമ്പളം പഴയതുപോലെ എന്തായിരുന്നു, നിസ്സാര രീതിയിൽ കൂലി ഒന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അവർ ചെയ്യുന്നതനുസരിച്ച് നിസ്സാര കൂലി. പിന്നെ ഭക്ഷണം ഒരിക്കലും നോൺ വെജിറ്റബിൾ ഫുഡുകളോ നല്ല നല്ല ഫുഡുകളോ ജയിലിൽ കൊടുക്കരുത്. കുറ്റം ചെയ്യുന്നവരാണ് ജയിലിലേക്ക് പോകുന്നത്. അവർക്ക് എന്തിനാണ് നല്ല നല്ല ഫുഡ്? വിശപ്പിനുള്ളത് കൊടുക്കുക. കഞ്ഞിയും പയറും അതായിരുന്നല്ലോ നേരത്തെ. കൊഴുക്കട്ട, ഞങ്ങളൊക്കെ പറയുന്നത് ജയിലിൽ പോയാൽ ഉണ്ട തിന്നണം. അതിലേക്ക് തിരിച്ചു വരണം. ശമ്പളം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ മുൻവിധിയോടുകൂടിയായിരിക്കും ചെയ്തത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും ആ പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കമായിരുന്നു ജയിലിൽ ശമ്പളം കൂട്ടിയതും ഫുഡൊക്കെ നല്ല രീതിയിൽ ആക്കി വെച്ചതുമൊക്കെ. പക്ഷേ അതൊക്കെ മാറ്റണം. ജയിലിലെ ശമ്പളം കുറയ്ക്കണം. കുറ്റകൃത്യം ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക വേണം. വിശപ്പിന് ഭക്ഷണം കൊടുക്കുക. അതുമാത്രം. അതൊരു റിക്വസ്റ്റാണ്, അത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല കടുത്ത കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷയും കൂടി കൊടുക്കാനുള്ളൊരു സംഭവം നമ്മുടെ കേരളത്തിൽ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടിത്തുടങ്ങിയാൽ കുട്ടികൾക്കൊരു ഭയം വരും. മറ്റത് അങ്ങനെയല്ല, കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ. അങ്ങനെ കുട്ടികൾ, എൻ്റെ അറിവിൽ ഞങ്ങളുടെ തൊട്ടയൽവകത്ത് എത്ര കുടുംബങ്ങൾ കുട്ടികളുടെ ഭാവി നശിച്ചു പോയി അവരുണ്ടെന്ന് അറിയാം. അതുപോലെ എത്രയോ പേരുണ്ടാവും. ഈ 10 വർഷം കൊണ്ട് ഭാവി നഷ്ടപ്പെട്ട എത്ര കുട്ടികളുണ്ടാവും അല്ലേ?
അപ്പോൾ എല്ലാവിധ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും പിന്നെ ജനങ്ങളുടെ പേരിലും ഞാൻ മന്ത്രിസഭയ്ക്ക്